ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഏകീകരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിന് ഇടയിലാണ് സർക്കാർ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. 8 മുതൽ 12ാം ക്ലാസ് വരെ വേർതിരിവില്ലാതെ ഒറ്റ വിഭാഗമായി പരിഗണിക്കാനാണ് ഒരുങ്ങുന്നത്. സ്കൂൾ ഏകീകരണത്തിനുള്ള മന്ത്രിസഭാ കുറിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തയ്യാറാക്കി നൽകിയിരുന്നു. എന്നാൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് മന്ത്രിസഭാംഗങ്ങൾക്ക് ഇന്നലെ രാവിലെയാണ് ലഭിച്ചത്. റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ സമയം വേണമെന്ന ആവശ്യമുയർന്നതോടെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച മറ്റൊരു മന്ത്രിസഭാ യോഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. വേറെയും ചില പരിഷ്കാരങ്ങൾ ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അവയൊന്നും പരിഗണിക്കാൻ ഇടയില്ല. സ്കൂൾ സമയമാറ്റം തന്നെയാണ് ഇതിലെ പ്രധാനം. എന്നാൽ ഇത് ഒഴിവാക്കി ഏകീകരണം നടപ്പാക്കാനാണ് മന്ത്രിസഭാ ധാരണ എന്നാണ് സൂചന. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരാൻ അടുത്ത മന്ത്രിസഭാ യോഗം വരെ കാത്തിരിക്കേണ്ടി വരും. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉൾപ്പെടുത്തിയുള്ള സെക്കൻഡറിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ ഘടനയിൽ ഉള്ളത്. എന്നാൽ കേരളം ഇതുവരെയും ഈ രീതിയിലേക്ക് മാറിയിട്ടില്ല. പകരം 8 മുതൽ 10 വരെ ഹൈസ്കൂളും 11, 12 ക്ലാസുകൾ ഹയർ സെക്കൻഡറിയും എന്ന നിലയിലായിരുന്നു കേരളത്തിലെ സമ്പ്രദായം. ഇതിലാണ് മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ തീരുമാനം നടപ്പായാൽ ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ ഹൈസ്കൂളിലും കൂടി പഠിപ്പിക്കേണ്ടി വരും. ഇത് സംസ്ഥാനത്തെ അധ്യാപക തസ്തികകൾ വെട്ടിച്ചുരുക്കാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം. ഇതിനു പുറമെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ സമയമാറ്റം എന്ന നിർദ്ദേശത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ എതിർപ്പറിയിച്ചിരുന്നു. നേരത്തെ സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കാനായിരുന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശം. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് 2 മണി മുതൽ 4 മണി വരെ ലൈബ്രറി പ്രവർത്തനങ്ങൾ, തൊഴിൽ പരിശീലനം, കലാകായിക പരിശീലനങ്ങൾ തുടങ്ങിയ പഠനാനുബന്ധ പ്രവർത്തനങ്ങളും നടത്താമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഖാദർ കമ്മിറ്റിയുടെ 1ാം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ 3 ഡയറക്ടറേറ്റുകൾ ലയിപ്പിച്ച് ഒന്നാക്കുകയും 1 മുതൽ +2 വരെയുള്ള വിദ്യാഭ്യാസം ഏകീകരിക്കുവാനും തീരുമാനിച്ചത്. അക്കാദമിക് മേഖലയിൽ വേണ്ട പരിഷ്കരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് 2ാം റിപ്പോർട്ട് പുറത്തിറക്കിയത്. അതേസമയം ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ധനമന്ത്രി ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഈ തുക അനുവദിക്കുക. രാജ്യത്തെ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനത്തിനാണ് ഈ വായ്പ ലഭിക്കാൻ അർഹതയുണ്ടാവുക. രാജ്യത്തിന് അകത്ത് തന്നെ പഠിക്കാനുള്ള വായ്പയാണ് ഇതിലൂടെ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഈ വൗച്ചറുകൾ നൽകുമെന്നാണ് നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം. കൂടാതെ 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 500 പ്രമുഖ കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുന്ന പദ്ധതിയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു. പ്രതിമാസം 5000 രൂപ ഇന്റേൺഷിപ്പ് അലവൻസിനൊപ്പം 6000 രൂപ ഒറ്റത്തവണ സഹായമായും ലഭിക്കും. കൂടാതെ ദേശീയ വ്യവസായ ഇടനാഴി വികസന പരിപാടിക്ക് കീഴിൽ ഏകദേശം 12 വ്യവസായ പാർക്കുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 4 കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി അവതരിപ്പിക്കുകയെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. 1.84 ലക്ഷം കോടി രൂപയുടെ സ്കീമുകളാണ് മേഖലയിൽ കേന്ദ്രം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വിദ്യാഭ്യാസത്തിന് പുറമെ തൊഴിൽ മേഖലയിലും നിരവധി പ്രഖ്യാപനങ്ങൾ മോദി സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും 3 പദ്ധതികളാണ് ഉൾപ്പെടുന്നത്. ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമായി തൊഴിലുമായി ബന്ധപ്പെട്ട 3 പ്രോത്സാഹന പദ്ധതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്.